ജിൻഡോ, ഇവിടെ താങ്കൾ പി കെ ഗോപനോട് നേരിടുന്നവർ ചോദിച്ചത് ഇത് മെയ് 4-ാം തീയതി വരുന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പിണറായി സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്നുള്ളതാണ്. ധൈര്യത്തോടെ പറയുന്നു പി കെ ഗോപൻ. അത് പിണറായി സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലുമാണ്. താങ്ക് യു. ആദ്യമായിട്ടാണ് CPM-ന്റെ നേതാക്കന്മാർ ഇത്തരത്തിൽ ക്ലിയർ ആയിട്ട് അഭിപ്രായം പറയുന്നത്. പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലായിരിക്കുമെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഭരണപക്ഷത്തിൻ്റെ മാത്രമല്ല, കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെയും വിലയിരുത്തലാണ്, ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളുടെ വിലയിരുത്തലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് പൂർണ്ണ പ്രതീക്ഷയുണ്ട് 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇദ്ദേഹത്തോടൊപ്പം ഇരിക്കാൻ കിട്ടട്ടെ അവസരം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ സർക്കാരിൻ്റെ വിലയിരുത്തലായിരുന്നു എന്ന് അന്നും അദ്ദേഹത്തിന് പറയാൻ അവസരം കിട്ടട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഞാനിവിടെ പറയുന്ന ഒരു കാര്യം, ഇവിടെ ഗവൺമെൻറ് ഇതിനു മുമ്പ് തുടർന്നിട്ടില്ല എന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കരുണാകരനും അച്യുതമേനോനും നയിച്ച ഗവൺമെൻറ് ഇവിടെ 111 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന ചരിത്രമുണ്ട്. പക്ഷേ തുടർഭരണം കിട്ടിയ ആദ്യത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് മാത്രമേ ഉള്ളൂ. ആ പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് തുടർഭരണം കിട്ടിയപ്പോൾ മുന്നണിയും പാർട്ടിയും സർക്കാരും ഒക്കെ പിണറായി വിജയനിലേക്ക് മാത്രം ഒതുക്കപ്പെട്ടത് കൊണ്ടാണ് കേരളത്തിലെ സഖാക്കന്മാർ പോലും പഞ്ചായത്ത് ഇലക്ഷനും പാർലമെൻറ്റ് ഇലക്ഷനും ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ പിണറായി വിജയൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യാത്ത രീതിയിലേക്ക് രാഷ്ട്രീയ ബോധ്യമുള്ളവരായി മാറിയത്. ഇവിടെ ഞാൻ ചോദിക്കുന്ന പ്രതിപക്ഷം കേന്ദ്രത്തിൽ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചില്ലെന്നാണ് ഗോപൻ ഇപ്പോൾ പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ പ്രിയപ്പെട്ട LDF-ന്റെ പ്രതിനിധി പറഞ്ഞ വിഷയങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ചർച്ച ചെയ്താണ്. എല്ലാവരും ചർച്ച ചെയ്ത, ജനങ്ങളെല്ലാം കേട്ടതാണ്. അത് കേട്ടിട്ടുള്ള അവർ വോട്ട് ചെയ്യാൻ പോകുന്നത്. എനിക്കൊരു ചോദ്യമുണ്ട്. പ്രതിപക്ഷ MP-മാർ പാർലമെൻറ്റിൽ ഈ വിഷയങ്ങൾ ഉന്നയിച്ച് ചർച്ച ചെയ്യുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്ത നിരവധി ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിലെ UDF-ന്റെ MP-മാർ ആ ചോദ്യങ്ങൾ ചോദിച്ച വിഷയങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിന് കേന്ദ്രം തരുന്ന സാമ്പത്തിക വരിഞ്ഞുമുറുക്കലിനെ കുറിച്ചിട്ട് മറ്റു പല കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള എത്രയോ എവിഡൻസുകൾ എനിക്ക് ഹാജരാക്കാൻ പറ്റും. ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാണ് നിങ്ങൾ UDF-ന്റെ MP-മാരുടെ സഹായം അഭ്യർത്ഥിക്കുന്നത്? അല്ല, ഞാൻ KV തോമസിനെയും ചർച്ച ചെയ്ത കാര്യമാണ്. അത് ഗോപൻ പറഞ്ഞു, ശരി. പക്ഷേ എന്ന് പറഞ്ഞാൽ പോലും ഈ നോക്കൂ ജിൻഡോ, 5 വർഷമല്ല സാധാരണ ഇതിൽ 5 വർഷം ഉണ്ടാകുന്ന ഒരു സർക്കാരിന് ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. 5 വർഷമല്ല, ഇത് 10 വർഷം കഴിഞ്ഞ ഒരു സർക്കാരിൻ്റെ അതിൻ്റെ പാർട്ടിയുടെ പ്രതിനിധി വന്നതെന്ന് പറയുകയാണ്. ഉറപ്പാണ് ഞങ്ങളിത് 10 വർഷത്തെ ഭരണത്തിൻ്റെ വിലയിരുത്തൽ തന്നെയാണ് ജനം എന്ന് കോൺഫിഡൻസോടെ പറയാൻ കഴിയുന്നെങ്കിൽ CS സജീവനെ പോലെയുള്ള മാധ്യമപ്രവർത്തകർക്ക് ഇപ്പോഴും അതിലൊരു ക്ലിയർ മാൻഡേറ്റ് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് അവരുടെ വിജയമല്ലേ ജിൻഡോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്തതിന് ശേഷം വോട്ടിംഗ് മെഷീനിൽ വോട്ട് പൂർത്തിയായതിനു ശേഷം എണ്ണുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ CPM-ന്റെ പ്രതിനിധികൾ പറഞ്ഞത് ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. ഇവർ പറഞ്ഞത് ഈ മാധ്യമ വക്താക്കളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ സഹയാത്രികരായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞത് എന്താ? CPM-ന് അനുകൂലമായിട്ടാണ്, ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളെന്നാണ് ഇവർ അന്ന് പറഞ്ഞത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു ഈ മാതിരി പരിപാടിക്കാർ വേണ്ട എന്ന്. പഞ്ചായത്ത് ഇലക്ഷൻ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇവരുടെ സ്റ്റാർ ക്യാമ്പയിനർ പിണറായി വിജയനായിരുന്നു. സർക്കാരിന് പിന്തുണ കൊടുക്കാൻ പഞ്ചായത്തുകൾ ജയിക്കണമെന്നാണ് പറഞ്ഞത്. അവസാനം ജനങ്ങൾ എന്ത് തീരുമാനിച്ചു? ആ പരിപാടി വേണ്ടെന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് UDF-ന് വലിയ മജോറിറ്റി കിട്ടുന്നത്. അപ്പോൾ UDF-ന്റെ MP-മാരുടെ സഹായം അഭ്യർത്ഥിക്കുന്നതിന് മുമ്പ് KV തോമസിനോട് പറഞ്ഞാൽ പോരെ? ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയല്ലേ കേന്ദ്രവുമായിട്ടുള്ള ലൈസൻ വർക്ക് നടത്താൻ വേണ്ടി നിങ്ങൾ ശുപാർശ ചെയ്തത്? ഇപ്പോൾ ശബരിമലയെ കുറിച്ചിട്ട് ഗോപൻ പറയുന്നുണ്ട്. ഇപ്പോൾ CPM-ന്റെ പ്രതിനിധികൾ അബദ്ധത്തിൽ ചെന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ആ അബദ്ധം തുടരുകയാണ്. അവർ വീണ്ടും ഞാൻ പറയാൻ മറന്നുപോയ ശബരിമലയെ അവർ ഓർമ്മിപ്പിക്കുകയാണ്. അവർ പറയുന്നത് ശബരിമലയിലെ പോറ്റി സോണിയാഗാന്ധിയോട് ഒപ്പം നിൽക്കുന്ന പടമുണ്ടെന്ന്. പോറ്റി സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്നതാണ്. പോറ്റിയുടെ വീട്ടിലേക്ക് പോയ ഒരു ദേവസ്വം ബോർഡ് മന്ത്രിയുണ്ട്. പോറ്റിയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയി കണ്ടത് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യണ്ടേ? മുഖ്യമന്ത്രിയോടൊപ്പം ചിത്രമുണ്ടല്ലോ. രാജു എബ്രഹാം ജില്ലാ സെക്രട്ടറി ആണല്ലോ ശബരിമല ഇരിക്കുന്ന ജില്ലയുടെ. ചോദ്യം ചെയ്യണ്ടേ? അപ്പോൾ അതിനേക്കാൾ അപ്പുറത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ചോദ്യം ചെയ്യണോ വേണ്ട എന്നുള്ളതൊക്കെ ജനങ്ങളുടെ കൂടി ഒരു സാമാന്യ ബോധത്തിൻ്റെ അപ്പുറമാണ്. ജയിലിൽ കടന്നത് നിങ്ങൾക്ക് വിശ്വാസമുള്ള SIT, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഹൈക്കോടതിയുടെ അന്വേഷണം. ആ അന്വേഷണത്തിൽ ജയിലിൽ കിടന്നത് സഖാവ് പത്മകുമാറും സഖാവ് വാസുവുമാണ്. ഈ 2 സഖാക്കന്മാർ ജയിലിൽ കിടന്നതിന് ശേഷം സ്വാഭാവിക ജാമ്യം കിട്ടിയ പുറത്തു വന്നത് കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട്. ഈ സഖാക്കന്മാർ ഇപ്പോഴും പാർട്ടിയിലുണ്ട്. ആ ശബരിമല ശാസ്താവിൻ്റെ സ്വർണം കടത്താൻ ഒത്താശ ചെയ്ത് സ്വർണം ചെമ്പാണെന്ന് എഴുതി കൊടുത്ത സഖാക്കന്മാർ ഇപ്പോഴും പാർട്ടിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ശബരിമലയെ ഓർമ്മിപ്പിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.